കത്തട്ടെ വീണാ ജോർജ് കത്തട്ടെ വീണാ ജോർജ് കത്തട്ടെ വീണാ ജോർജ് കത്തട്ടെ 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 ഇങ്ങനെ കത്തട്ടെ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തുപോ മരണമായി മരണപ്പെട്ടു അറിയില്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൽ കണ്ടുവരാത്ത ഒരു ശീലമാണ് ഇന്ന് നടക്കുന്നത്. കാരണം ഇടതുപക്ഷ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കപ്പലുണ്ടത്രേ, അതിലൊരു കപ്പിത്താനുണ്ടത്രേ. ആ കപ്പൽ ഉലയുകയില്ല, ആടുകയില്ല എന്നൊക്കെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത്. കപ്പൽ ഉലയുകയില്ല, ആടുകയില്ല, പക്ഷെ അതിലെ യാത്രക്കാർ ഉലഞ്ഞുകൊണ്ടും ആടിക്കൊണ്ടും മരണമടയുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആരോഗ്യമന്ത്രി ഒരു സംഭവം നടന്ന് ആ സ്ഥലത്തെത്തുമ്പോൾ ആരോഗ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെയാണ് ആരോഗ്യമന്ത്രിയുടെ പെരുമാറ്റം. ഘോരഘോരമായി സംസാരിക്കുമ്പോൾ ഒന്നോർക്കണം, ഈ ആരോഗ്യ മേഖലയിൽ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഗവൺമെന്റ് ആശുപത്രികൾ സമീപിക്കുമ്പോൾ ആ സമീപിക്കുന്ന സ്ഥലത്ത് മരുന്നില്ലാതെ മരണപ്പെടുന്നു, ഒരു ഇഞ്ചക്ഷൻ അടിക്കാതെ മരണപ്പെടുന്നു, ഡോക്ടർ ഇല്ലാതെ മരണപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇതാ പുതിയൊരു സംഭവം കൂടി, കെട്ടിടം തകർന്നു വീണുകൊണ്ട് മരണപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്പർ 1 കേരളം തന്നെയാണ് പിണറായിയുടെ എന്ന് ഈ പൊതുസമൂഹത്തിന് വെളിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഇങ്ങനെ ഒരു കെട്ടിടം വീണുകൊണ്ട്, ആരോഗ്യ വകുപ്പിന്റെ കെട്ടിടം വീണുകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയാണ്. ഈ ഒരു പ്രതിഷേധം ഈ രാജിവെക്കുന്നതുവരെ ആരോഗ്യമന്ത്രി രാജിവെക്കുന്നവരെ ശക്തമായ പ്രതിഷേധം BJP മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പ്രതിഷേധ പ്രകടനത്തിലേക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ KK സുരേന്ദ്രനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസിഡന്റ് ശ്രീ അനീഷ് പൂക്കുതല, ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ജനു പട്ടേരി, രാകേഷ്, മറ്റു പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നമ്മുടെ കേരളം എല്ലാ അർത്ഥത്തിലും നമ്പർ 1 കേരളം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയും മന്ത്രിസഭയും നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ രാജ്യത്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളം നമ്പർ 1 ആകണമെന്നാണ് നമ്മുടെ താല്പര്യം. ആ കേരളം നമ്പർ 1 ആകാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ അകമഴിഞ്ഞ് കേരള സംസ്ഥാനത്തിന് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കണം. ആ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജുകൾക്ക് മരുന്നുകൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജുകൾക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തന്നെ കേരള സംസ്ഥാനത്തിന് 10,000 കോടി രൂപയാണ് ഈ രംഗത്ത് നൽകിയിട്ടുള്ളത്. 21 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ 63,000 കോടി രൂപയാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് മാത്രം വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. NHM ഫണ്ട് കേരള സംസ്ഥാനത്ത് കട്ടുമുടിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് തന്നെ മൂക്കുതലയിലെ NHM ഫണ്ടിലാണ് കുടുംബാരോഗ്യം. നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും എക്സ്റേ എടുക്കാൻ, സ്കാനിങ്ങിന്, MRI സ്കാനിങ്ങിന്, എല്ലാ ടെസ്റ്റുകൾക്കും, എല്ലാ ഓപ്പറേഷനുകൾക്കും സ്വകാര്യ മെഡിക്കൽ കോളേജുകളെയും സ്വകാര്യ ആശുപത്രികളെയും സമീപിക്കാൻ പറ്റാവുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് വീണ ജോർജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2013 ഈ കെട്ടിടം ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുമെന്ന് ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെ വിദഗ്ധന്മാർ, ഈ രംഗത്തെ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടും അത് പൊളിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് പൊളിച്ചു മാറ്റിയില്ല? എന്തുകൊണ്ട് സർക്കാർ നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുന്നു? കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇനിയും പണിതിട്ടില്ല. വയനാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താ? മലപ്പുറം മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി? കണ്ണൂർ മെഡിക്കൽ കോളേജ് ചോർന്നൊലിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ഒരു ദിവസം സന്ദർശിക്കുക. പാവപ്പെട്ട രോഗികൾ കിടക്കുന്ന നിലത്താണ്. 1000കണക്കിന് രോഗികളാണ് നിലത്ത് കിടക്കുന്നത്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. പിന്നെ എന്ത് നമ്പർ 1 കേരളം?
കേരളത്തിൽ ഇതാ ഒരു മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ബെഡ്റൂം തകർന്ന് മരിച്ച ആ ദിവസം മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോവുക എവിടെയാ? അമേരിക്കയിലേക്ക് പോവുക. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പോവാണ്. അപ്പോളയിലേക്കാ പോകുന്നത്, തമിഴ്നാട്ടിലേക്ക്. കേരളത്തിലല്ല. ഒരു മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും MLA-മാരും MP-മാരും കേരളത്തിലെ ചികിത്സയ്ക്ക് പോകുന്നത് അയൽ സംസ്ഥാനങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. പാവപ്പെട്ടവന് ചികിത്സ ലഭ്യമാക്കാനുള്ള യാതൊരു നടപടിയുമില്ല. പാരസെറ്റമോൾ അടക്കം നമ്മുടെ സർക്കാർ ആശുപത്രി കത്തിത്തീരട്ടെ